കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ വീടിന്റെ സമാധാനവും സന്തോഷമാണ് നീ ചോദിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. അത് നടക്കില്ല. അതിനുള്ള കളിയാണ് നീ ഇതുവരെ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചതെങ്കിൽ ഇപ്പൊ കളി നേർക്ക് നേരെയാ. എന്റെ ചങ്കില ഞാൻ എന്റെ ഈ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ പോലും എനിക്കത് സഹിക്കില്ല. ഇവിടെ നിന്ന് ഇത്രയും പറയാൻ നിന്നെ ഞാൻ അനുവദിച്ചു തന്നെ എന്റെ മാന്യതയായിട്ട് കണ്ടാ മതി. ഇനി നിനക്ക് പോവാം. പറ്റില്ല DK. ഞാൻ വിചാരിച്ചത് നേടാതെ തിരിച്ചു പോകില്ല ഞാൻ. നീ തന്നെ അവളെ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. നീ ഒന്ന് വന്നേ. വരാൻ. അമ്മേ, പോയിട്ട് വരട്ടെ? ആയിക്കോട്ടെ. നീ കളിച്ച കളിയിൽ നാണം കെട്ട് നിൽക്കുക ഇപ്പൊ ഞാൻ. എന്നെ ഭ്രാന്തനാക്കരുത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് നീ താങ്ങില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോ. ഇപ്പൊ കാണിച്ച ഈ ആവേശം കൊണ്ട് ഇനി മേലിൽ അമരാവതിയുടെ ഗേറ്റ് കടന്ന് വരരുത്. വന്നാൽ DK, ഇപ്പൊ നിന്റെ ഭാര്യയെ മാത്രമേ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇനി നിനക്കെല്ലാം നഷ്ടപ്പെടും. ജ്യോതി എന്റെ ഭാര്യ. അവളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. എന്റെ ഒരു വിളി അത് മതി, അവൾ ഇവിടെ തിരിച്ചെത്തും. പക്ഷെ ഇപ്പൊ ഞാൻ അവളെ തിരിച്ചു വിളിക്കാത്തത് അതിന് വേറൊരു കാരണമുണ്ട്. DK, ജ്യോതി ഇനി ഈ ജന്മത്ത് നിന്റെ കൂടെ വരില്ല. ഇത് ഞാനാ പറയുന്നത്. ഇനി നീ ഒരക്ഷരം പറഞ്ഞ നിന്നെ ഞാൻ തല്ലും. നിന്റെ ഈ ആളുകൾക്ക് മുന്നിൽ നീ നാണം കെടും. ഇനി മേലിൽ ഇതുവഴി വരരുത്. നമ്മൾ തമ്മിലുള്ള കളി ഇവിടെ ഇന്ന് തുടങ്ങുക. കുറച്ചു കാലം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ നിന്റെ അമ്മയെ ഞാനങ്ങ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ അമരാവതി ഞാൻ തകർത്ത് തരിപ്പണമാക്കും. My son, what is this? എവിടെയോ കിടന്ന ഒരാള് ഈ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമലയുടെ കാര്യത്തിൽ നീ ചെയ്തു തന്നെയാണ് ശരി. ഇല്ലെങ്കിലേ ശിവയുടെ ലൈഫ് തകർന്നു പോയേനെ. മോനെ, അവൻ പറഞ്ഞത് നീ കാര്യാക്കണ്ടടാ. അമ്മേ,
ശിവയും അമലയും ദൂരെ ഒരിടത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ മറുവശത്ത് ആ വിഘ്നേഷിന് നഷ്ടങ്ങളുണ്ടായി. ജനങ്ങൾക്ക് മുമ്പിൽ വലിയ വീരപുരുഷനായി വേഷം കെട്ടി നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ നാണം കെട്ട് നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അവനെ പോലൊരാൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. അവന് താങ്ങും തണലുമായിരുന്ന അവൻ്റെ അമ്മയുടെ നഷ്ടം. അത് ഈ ജന്മത്തെ അവന് നികത്താൻ പറ്റുമോ? അപ്പൊ പിന്നെ അവൻ കുറച്ച് ദേഷ്യവും പകയൊക്കെ കാണിച്ചോട്ടെ. അതുകൊണ്ട് അവന്റെ മനസ്സ് തണുക്കുമെങ്കിൽ അതങ്ങ് തണുത്തോട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതം കൊണ്ട് നീ അതിന് മറുപടി പറയണം. അവനെ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ കാര്യങ്ങൾക്കൊക്കെ ഇനി ഞാൻ മറുപടി പറയാം. അവന്റെ പ്രതികാരം എന്നോടാ. അമ്മ വിഷമിക്കണ്ട. ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് എതിർപ്പുകൾ നേരിട്ടാ നമ്മൾ ഇവിടം വരെ എത്തിയത്. ഒരു വിഘ്നേശ്വർ വന്നാലൊന്നും അത് തകരാൻ പോകുന്നില്ല. എടാ മോനെ, അമ്മ നിന്നോട് വേറെ കാര്യം പറയട്ടെ. ജ്യോതിയെ തിരികെ വിളിക്കാൻ പോകുന്ന കാര്യമാണോ? യെസ് മൈ സൺ, അമ്മ അത് തന്നെ ഉദ്ദേശിച്ചത്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അവള് നിന്റെ വൈഫാണേ. ആയിരുന്നു. അപ്പൊ അവള് തിരിച്ചു വരണ്ടെന്നാണോ നീ പറയുന്നത്? അമ്മ ആരെയും വിളിക്കാൻ ഒരിടത്തും പോകുന്നില്ല. എന്റെ അനുവാദമില്ലാതെ അമ്മ പോയാൽ പിന്നെ അമ്മയ്ക്കൊപ്പം ഞാനുണ്ടാവില്ല. എടാ, ഇവന്റെ ഒരു കാര്യം. എന്റെ മൈ ലിറ്റിൽ കണ്ണ, ഇതിപ്പോ പുലിവാലായല്ലോ. എന്തോ ഒരു പരിഹാരം. ഒരു പെരുമഴ ഇടിവെട്ടി തോർന്നതുപോലെയായി. അമരാവതിയുടെ അടിക്കല്ല് വരെ ആ ഇടിമിന്നലിൽ വിറച്ചു നിൽക്കുക. DKയുടെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. അതിന് നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മൾ എന്തിനും മായച്ചയോടൊപ്പം ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ സരോവരത്തിൽ പോയി ജ്യോതി പോയി തിരിച്ചു വിളിച്ചാലോ? നമ്മൾ പോയി വിളിച്ചാ ജ്യോതി വരുവോ? ഇപ്പോഴത്തെ അവസ്ഥയില് അവരെ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ കുറച്ച് പ്രയാസം. നമ്മൾ ജ്യോതിയെ വിളിക്കാൻ പോകുന്നത് ഇപ്പൊ DKക്ക് ഇഷ്ടമാവുന്ന എന്റെ പേടി. DKക്ക് അത് ഇഷ്ടമാവില്ല. എന്നാലും നമ്മൾ പോണം എന്ന് തന്നെയായി എന്റെ അഭിപ്രായം. അവർ തമ്മിൽ പിരിയാൻ പാടില്ല. സത്യത്തിൽ ജ്യോതി എന്തിനായിരിക്കും DK വിട്ട് ഇറങ്ങിപ്പോയത്? ആ വാർത്ത നാട്ടിലാകെ പാട്ടായതിന്റെ നാണക്കേട് ഓർത്താണോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. മറ്റാരേക്കാൾ DK മനസ്സിലാക്കേണ്ടത് ജ്യോതിയല്ലേ? എന്നിട്ടും ജ്യോതിക്ക് എന്താ അത് മാത്രം മനസ്സിലാവാത്തെ? അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഭർത്താവിനെ അനാശാസ്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നേരിൽ കണ്ടവളാ ജ്യോതി. അതിന്റെ ആഘാതം അവളിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കും. DK അമ്മ വിശ്വസിച്ചു, നമ്മളൊക്കെ വിശ്വസിച്ചു, എല്ലാരും വിശ്വസിച്ചു. പക്ഷെ അവള് മാത്രം വിശ്വസിക്കാത്തത് എന്താ? ഇത് DK കൊടുക്കാൻ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത്തരം ഒരു സിറ്റുവേഷനില് ഭർത്താവിന്റെ ഒപ്പം നിൽക്കേണ്ടവളാ ജ്യോതി. DK പറയുന്നതൊന്ന് കേൾക്കാൻ പോലും ജ്യോതി തയ്യാറായില്ല. എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിരുന്നു അവൾക്ക് ധൃതി. അങ്ങനെ ഒറ്റയടിക്ക് DK പിരിയാൻ ജ്യോതിക്ക് സാധിക്കും? അപ്പൊ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. നമ്മൾ ആരും അറിയാത്തൊരു കാരണം ഇതിന് പിന്നിൽ മറഞ്ഞു കിടപ്പുണ്ട്. നീ പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജ്യോതി ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അവൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് സരോവരത്തിലേക്ക് പോകണം. നമ്മൾ അവളോട് യാചിക്കാനോ അപേക്ഷിക്കാനോ അല്ല പോകുന്നത്. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ജ്യോതി കാണിച്ചത് കുറച്ച് അഹങ്കാരം തന്നെയാ. ഇന്ന് വരെ DK അവൾക്കും കുടുംബത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്തു? നന്ദി വേണ്ടേ? തകർന്ന് നിൽക്കുമ്പോ DK പിന്നെ ചവിട്ടി താഴ്ത്തിയിട്ടാ അവൾ ഈ വീടിന്റെ പടി ഇറങ്ങി പോയത്. അവൾ ആ കാണിച്ചത് ഒട്ടും ശരിയല്ല. അതവളുടെ മുഖത്ത് നോക്കി പറയും ഞാൻ. എന്തായാലും നമ്മൾ അവിടെ പോകുന്നു, സംസാരിക്കുന്നു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. ഇല്ലെങ്കിൽ അവളും നമ്മളും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല. എന്റെ പൊന്നെ MP സാറേ, പ്രതികാരം എന്നൊക്കെ പറഞ്ഞാൽ
ദേ ഇതാ എന്താ ഒരു പ്ലാനിങ്. ഇപ്പം ദേ ജ്യോതി വേറെ DK വേറെ. അപ്പോ അമരാവതി ഒന്നാടി ഒലഞ്ഞു അല്ലേ സാറേ? എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവൻ DK. എടോ മൂർത്തി, ഇത്ര പെട്ടെന്ന് ഞാൻ അവന്റെ മുന്നിൽ ഇറങ്ങി ചെല്ലുമെന്ന് അവൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. അവന്റെ സീതയെ അവനിൽ നിന്ന് വേർപിരിച്ച രാവണൻ ഞാനാണെന്ന് അവൻ ഇപ്പൊ മനസ്സിലായി കാണും. എടോ, അവര് തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്ന് താനല്ലോടോ മൂർത്തി പറഞ്ഞത്. എന്നിട്ടിപ്പോ ജ്യോതി ഇപ്പൊ അവന്റെ ജീവിതത്തിലേയില്ല. ഇനി അവരൊന്നിക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. ഇതങ്ങനെ ഒറ്റയടിക്ക് സംഭവിച്ചതല്ല മൂർത്തി. പിന്നെ ഒരു ബ്രില്യൻ ബ്രെയിൻ ഈ കളിക്ക് പിന്നിലുണ്ട്. അല്ല, അതാരാ അങ്ങനെ ഒരാൾ? ACP അന്ന മേരി ജോൺ. സാർ. ഹായ് അന്ന. ഹായ്. ഹൗ ആർ യു? ഫൈൻ വിഘ്നേഷ്. ഇന്നെനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് അന്ന. അമരാവതിയിൽ ഞാനിന്ന് പോയി. DKയും ജ്യോതിയും രണ്ടായി വേർപിരിഞ്ഞു. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചു. വിഘ്നേഷ്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ അവരെ ദ്രോഹിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എന്റെ ലാംഗ്വേജ് പോലും ലോക്കലായിട്ടുണ്ട്. എനിക്കറിയാം അന്ന, DKയുടെ ഭാര്യയെ നീ കൈവയ്ക്ക പോലും ചെയ്തു. എല്ലാം എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. DKയുടെ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് DK സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയെങ്കിലും തെളിവുകൾ ഉണ്ടാക്കി അവനെയും അവളെയും ജയിലിലടക്കണം. നോ മൂർത്തി, അവരെ ജയിലിലടയ്ക്കാനല്ല എന്റെ ഉദ്ദേശം. എടോ, അതിനായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ സാധിക്കുമായിരുന്നു. മൂർത്തി, മാനസികമായി അവരെ തകർക്കണം. എന്തു വന്നാലും DK തന്നെ രക്ഷിക്കുമെന്ന് ജ്യോതി വിശ്വസിക്കുന്നു. അതവളുടെ പെരുമാറ്റത്തിൽ പ്രകടമാണ്. അത് തകർക്കാൻ വേണ്ടിയാണ് ഒരു കാര്യമില്ലാതിരുന്നിട്ടും ഞാൻ ജ്യോതിയെ രണ്ടാമതും കാരണങ്ങൾ ഉണ്ടാക്കി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ജ്യോതിയുടെ തൊട്ടരികിൽ ഒരു ചുവരിനപ്പുറം DK ഉണ്ടായിരുന്നിട്ടും നീ അവളെ തല്ലി, ഭയപ്പെടുത്തി. DKയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദാ ഇപ്പോ ഈ മൂർത്തിയുടെ പ്ലാനിൽ അവൻ കുരുങ്ങി അന്ന, അവൻ കുരുങ്ങി. അവനെ സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, ബഹുമാനിച്ചവർ എല്ലാരും അവനെ വെറുക്കും. പത്രങ്ങളും ചാനലും സോഷ്യൽ മീഡിയയും എഴുതി നാറ്റിക്കും. അപമാന ഭാരത്താൽ ഞാൻ നിന്നതിന്റെ 1000 മടങ്ങ് അവൻ നിൽക്കണം. അയാളെ ഞാൻ ജയിലിലടച്ച് കേസിന് മറ്റൊരു ഡയമെൻഷൻ ബിൽഡ് ചെയ്തേനെ. പക്ഷേ അതിനിടയ്ക്ക് ആ കളക്ടറും കമ്മീഷണറും കയറി വന്നത്. അവിടെ എന്റെ പ്ലാൻ തെറ്റി. നമ്മൾ കരുതുന്ന ആളല്ല DK എന്ന് എനിക്ക് ബോധ്യമായി. ഹേമയെ കാണാൻ പോകുന്ന കാര്യം അയാൾ സുഹൃത്തുക്കളായ കമ്മീഷണറോടും കളക്ടറോടും പറഞ്ഞു. രണ്ടുപേരും അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. കോടതിയിലെത്തിയാൽ ഇതൊരു ഹണി ട്രാപ്പാണെന്ന് ഈസിയായി തെളിയിക്കാൻ അത് മതി. അതുകൊണ്ട് നമ്മൾ ഈ കേസിന്റെ തുമ്പ് പിടിച്ച് ഒന്നിനും പോവണ്ട. പരമാവധി നാറ്റിക്കാനുള്ള പണി കൊടുക്കാം. ഇനി അതിനുള്ള ശ്രമങ്ങളാ ഞാൻ നടത്താൻ പോകുന്നത്. ഇപ്പൊ അവര് രണ്ടായി പിരിഞ്ഞു. ഇനി അവരെ വീണ്ടും ഒന്നിക്കരുത് ഒരിക്കലും. ഇവിടെ നിന്നങ്ങോട്ട് അമരാവതിയുടെ അടിത്തറ തോണ്ടാനുള്ള യജ്ഞം ആരംഭിക്കാൻ പോവുക. കൂടെ നിന്നേക്കണം രണ്ടാളും. ജ്യോതി, ജ്യോതി, ജ്യോതി. നിന്നെ കാണാൻ ചിലരൊക്കെ വന്നിട്ടുണ്ട്. ആര്? നിന്റെ മരുമക്കൾ 3 പേരും കൂടിയാ. അവർക്ക് നിന്നോടെന്തോ സംസാരിക്കണമെന്ന്. വേഗം വാ.
എവിടെ ഞങ്ങളുടെ അമ്മായിയമ്മ? ഞങ്ങളോട് സംസാരിക്കാനും അവൾക്ക് താല്പര്യമില്ലേ? ഞങ്ങൾ വന്നത് ജ്യോതിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഞങ്ങള് 3 പേരും സ്ഥാനം കൊണ്ട് ജ്യോതിയുടെ മരുമക്കളാ. പക്ഷേ അമരാവതിയിൽ ആദ്യം വലതുകാല് വെച്ച് നിലവിളക്ക് സ്വീകരിച്ച് കയറിയവരാ. ആ വീടിന്റെ അഭിമാനവും നഷ്ടവും വേദനയും എല്ലാം അന്നു മുതൽ ഞങ്ങളുടെയും കൂടിയാ. അവിടെയുള്ളവരുടെ മനസ്സ് ജ്യോതിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. അവർക്ക് വേദനിച്ചാൽ ഞങ്ങൾക്കും വേദനിക്കും. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടെ വന്നത്. മക്കളെ, ഞങ്ങൾ അവളോട് ആവുന്നെന്ന് പറഞ്ഞു നോക്കി, അവള് കേൾക്കുന്നില്ല. അധിക നേരം കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? മമ്മി, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? നിന്റെ മരുമക്കളല്ലേ വന്നത്, അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും നീ തന്നെ നിൽക്കണം. എനിക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾക്കാരുടെയും സൽക്കാരം വേണ്ട. വന്നത് ചില കാര്യങ്ങൾ നിന്നോട് പറയാനാ. അല്ലാതെ അമ്മായിയമ്മയോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. ചിത്ര, നീയും എന്നെ ചീത്ത പറയാൻ വന്നതാ? ആരെയും ചീത്ത പറയാനോ അധിക്ഷേപിക്കാനോ എനിക്കൊരു ഉദ്ദേശമില്ല. പക്ഷെ പറയാനുള്ളത് പറയാൻ തന്നെ ഞാൻ വന്നേ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പിണക്കോ പരാതിയോ ഒന്നുമില്ല. പക്ഷേ തൽക്കാലം അമരാവതിയിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. അയ്യടി മോളെ, ഞങ്ങൾ വന്നതേ നിന്നെ വിളിച്ചോണ്ട് പോയി അമരാവതിയില് വാഴിക്കാനല്ല. നീ എന്തു കരുതി ഞങ്ങള് വന്നത് നിന്റെ കാല് പിടിച്ച് കരഞ്ഞ് യാചിക്കാനാണെന്നോ? ഞങ്ങൾക്ക് ചില കടമകളൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് DKയുടെ തണലില. DK തകരാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങളുടെ ദൈവമാണ് DK. ദൈവത്തിന്റെ മഹിമ കൂടിപ്പോയതുകൊണ്ടാണല്ലോ ഞാൻ അമരാവതി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. മതി, നിർത്തിക്കോ. DK കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. അല്ലെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഇത്രയും കാലം നീ DKയോട് കാണിച്ചിരുന്ന പ്രേമ നാടകങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നു അല്ലേ? വെറും അഭിനയം. ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ DKയോട് ഇത്രയ്ക്ക് ദ്രോഹം പ്രവർത്തിക്കില്ലായിരുന്നു. ഞാൻ ആരോടും ഒരു ദ്രോഹം കാണിച്ചിട്ടില്ല. സംഭവിച്ചതൊക്കെ എന്താന്ന് എല്ലാവർക്കും അറിയാലോ. ചാനലുകാരും പത്രങ്ങളും ഒക്കെ ഇപ്പോഴും എഴുതുന്നുണ്ട് നിങ്ങളുടെ DKയുടെ മഹത്വം. മഴ പെയ്തു തീർന്നെങ്കിലും ഇപ്പോഴും മരം പെയ്തുകൊണ്ടിരിക്കുക. മോളെ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഇവരുടെ കൂടെ നീ അമരാവതിയിലേക്ക് തിരിച്ചു പോ. എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ അങ്ങ് തീരട്ടെ. അച്ഛാ, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇവരല്ലേ, ഇവര് സംസാരിക്കട്ടെ. സ്വന്തം അമ്മായി അച്ഛനെ ഇവർ എത്രമാത്രം ന്യായീകരിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ന്യായീകരിക്കും, മരണം വരെ ന്യായീകരിക്കും. ഞങ്ങൾ അറിയുന്ന DK ഇതുപോലെ ഒരു തെറ്റും ചെയ്യില്ല. ആരോ DK ട്രാപ്പിലാക്കിയതാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിനക്ക് മാത്രം സ്വന്തം ഭർത്താവിന് വിശ്വാസമില്ല. നീ ആണെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? എന്താ സംശയം? ഉറപ്പായിട്ടും വിശ്വസിക്കും. ജ്യോതി, DK എന്താണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. DK ഞങ്ങൾക്ക് വിശ്വാസമാണ്. DK പറഞ്ഞത് അമ്മയും വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയില് ശക്തി നൽകി കൂടെ നിൽക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും നീ മാത്രം വിശ്വസിക്കുന്നില്ല. DK ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാ. ആര് DK വിശ്വസിച്ചാലും നീ DK വിശ്വസിക്കുമെന്ന് അദ്ദേഹം കരുതി. ജ്യോതി, DKയുടെ മനസ്സിൽ ചോര പൊടിയുന്നത് കണ്ട് നെഞ്ചു പൊള്ളിയിട്ട ഞങ്ങളിപ്പോ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്.